അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിൽ മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങ് നീതിമാനാകുന്നു. അങ്ങയുടെ ന്യായവിധികൾ കുറ്റമറ്റവയാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് നീതിമാനാകുന്നു. അങ്ങയുടെ ന്യായവിധികൾ കുറ്റമറ്റവയാകുന്നു. നീതിയിലും വിശ്വസ്തതയിലും അങ്ങ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. വൈരികൾ അങ്ങയുടെ വചനം വിസ്മരിച്ചതിനാൽ തീക്ഷ്ണതയാൽ ഞാൻ ഞെരുങ്ങി. അങ്ങയുടെ വചനം അത്യന്തം വിശിഷ്ടമാണ്. അതിനാൽ അങ്ങയുടെ ദാസനത് സ്നേഹിക്കുന്നു. ഞാൻ നിസ്സാരനും നിന്ദിതനുമാണ്. എങ്കിലും അങ്ങയുടെ കൽപ്പനകൾ ഞാൻ മറക്കുന്നില്ല. അങ്ങയുടെ നീതി എന്നെന്നും നിലനിൽക്കുന്നു. അങ്ങയുടെ നിയമം സുസ്ഥിരമാകുന്നു. ദുരിതവും ദുഃഖവും എന്നെ ബാധിച്ചു. എങ്കിലും അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ ധ്യാനിച്ചു. അങ്ങയുടെ കൽപ്പനകൾ എന്നേക്കും നീതിയുക്തമാകുന്നു. അവ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അവ മൂലം ജീവിക്കും. ഹൃദയപൂർവ്വം ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, എനിക്ക് ഉത്തരമരുളണമേ. കൽപ്പനകൾ ഞാൻ പാലിക്കുന്നു. ഞാൻ അങ്ങയെ വിളിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു. ഉഷസ്സിൽ ഞാൻ ഉണർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഞാൻ കാത്തിരിക്കുന്നു. തിരുവചനം ധ്യാനിക്കാൻ എന്റെ കണ്ണുകൾ ഉറക്കമൊഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ ശ്രവിക്കണമേ. അങ്ങയുടെ ന്യായവിധികളാൽ എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടമർദ്ദകർ എന്റെ അടുത്തെത്തിയിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് അവർ അകന്നിരിക്കുന്നു. കർത്താവേ, അങ്ങ് സമീപസ്ഥനാകുന്നു. അങ്ങയുടെ കൽപ്പനകളെല്ലാം സത്യമാകുന്നു. ആരംഭം മുതൽ അങ്ങയുടെ കൽപ്പന ഞാൻ അറിയുന്നു. ആദ്യം മുതൽ അങ്ങ് അത് ക്രമപ്പെടുത്തിയിരിക്കുന്നു. താഴ്ത്തപ്പെട്ട എന്റെ അവസ്ഥയിൽ അലിവ് തോന്നി. അങ്ങ് എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ പ്രമാണം ഞാൻ മറന്നില്ല.
എന്നിട്ടും ഞാൻ അങ്ങയുടെ പ്രമാണം ഉപേക്ഷിച്ചില്ല. ദുഷ്ടന്മാരെന്റെ ദൃഷ്ടിയിൽപ്പെട്ടു, അവർ അങ്ങയുടെ വചനം പാലിക്കുന്നില്ലെന്ന് ഞാൻ കണ്ടു. പ്രമാണങ്ങൾ എനിക്ക് പ്രിയങ്കരമാണെന്ന് കർത്താവേ അങ്ങ് അറിയണമേ. കൃപാപൂർവ്വം എന്നെ ജീവിപ്പിക്കണമേ. സത്യം അങ്ങയുടെ വചനത്തിന്റെ കാതലാകുന്നു, അങ്ങയുടെ നീതിവിധികളെല്ലാം എന്നേക്കും നിലനിൽക്കുന്നു. അകാരണമായി ജനപ്രമാണികൾ എന്നെ മർദ്ദിക്കുന്നു, അങ്ങയുടെ വചനം ഞാൻ ആദരിക്കുന്നു. വലിയ നിധി കണ്ടെത്തിയവനെ പോലെ തിരുവചനത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. ദുഷ്ടതയെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു, അങ്ങയുടെ നിയമം ഞാൻ സ്നേഹിക്കുന്നു. നീതിമാനായ ദൈവമേ, ന്യായവിധിയെ പ്രതി ദിനംതോറും 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നിയമം സ്നേഹിക്കുന്നവർ വലിയ സമാധാനം അനുഭവിക്കുന്നു, അവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അങ്ങേക്കുന്ന രക്ഷയെ ഞാൻ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ കൽപ്പന പാലിക്കുന്നു. എന്റെ കൽപ്പന പാലിക്കുന്നു, ഞാനത് അത്യന്തം സ്നേഹിക്കുന്നു. അങ്ങയുടെ നിയമങ്ങളും വചനങ്ങളും ഞാൻ പാലിക്കുന്നു. എന്റെ വഴികളെല്ലാം തിരുമുമ്പിലാണല്ലോ. കർത്താവേ, എന്റെ കീർത്തനം അങ്ങയുടെ പക്കലെത്തട്ടെ, അങ്ങയുടെ വചനത്താൽ എന്നെ ജീവിപ്പിക്കണമേ. എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ, തിരുവചനത്താൽ എന്നെ രക്ഷിക്കണമേ. എന്റെ അധരത്തിൽ നിന്ന് അങ്ങയുടെ വചനം ഒഴുകട്ടെ, അങ്ങയുടെ പ്രമാണങ്ങളെല്ലാം നീതിയുക്തമാണല്ലോ. കൽപ്പനകൾ അങ്ങ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നു, അതിനത്താൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അങ്ങയുടെ പ്രമാണം ഞാൻ ഇഷ്ടപ്പെടുന്നതിനാൽ തൃക്കരത്താൽ എന്നെ താങ്ങണമേ. അങ്ങിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഞാൻ പാർത്തിരിക്കുന്നു, തിരുവചനം ഞാൻ ധ്യാനിക്കുന്നു. എന്റെ ആത്മാവിനെ ജീവിപ്പിക്കണമേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തട്ടെ, ന്യായവിധി എന്നെ സഹായിക്കട്ടെ. വഴിതെറ്റിയാടിനെ പോലെ ഞാൻ കൂട്ടമിട്ടലയുന്നു, അങ്ങയുടെ ദാസനെ തേടി വരണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ മറന്നില്ലല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. വിനയാന്വിതനായ യോർദാനിൽ മാമോദീസ മുങ്ങിയവൻ ശ്രേഷ്ഠ പുരോഹിതനാമീശോ പാവനമാക്കി ജലമെല്ലാം ശാശ്വത ജീവൻ നൽകിയിടും. റൂഹാ തന്നോട് ശക്തിയവൻ സഭയാം യോർദാനേകുകയാൽ അവരെന്നും സ്തുതി പാടിയിടാം. വീണ്ടും ജനിക്കാത്തവന് ദൈവരാജ്യം കാണുക സാധ്യമല്ല. നവജാതൻ ശിശുവുലകത്തിൽ പൊന്നൊളി കണ്ടു വളർന്നിടാൻ മാതാവിനുദരത്തിലവൻ ജന്മമെടുക്കണമതു നൂനം. പരിപാവനാം റോഹായിൽ ശരീരത്തിൽ നാം നവജന്മം നേടിയിടാനായി തിരുനാഥൻ സഭയാമമ്മയെ നൽകുകയാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാനവരക്ഷ പകർന്നിടാൻ നീതീകരണം നൽകിയിടാൻ ശ്ലീവായേന്തിയ തിരുനാഥൻ കുരിശിലുയർന്നു നരർക്കായി രക്തം ചിന്തി മരിച്ചെന്നാൽ ഉദ്ധിതനായവനീശോയിൽ അനുരഞ്ജിതമായി സൃഷ്ടികുലം നൂതനമായി ഭവിക്കുന്നു. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം
ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, അങ്ങയുടെ പ്രഭാവത്തിൽ എന്നെ വിധിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, അങ്ങയുടെ പ്രഭാവത്തിൽ എന്നെ വിധിക്കണമേ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. അപരിചിതർ എനിക്കെതിരായി നിൽക്കുന്നു, ശക്തരന്റെ ജീവൻ തേടുന്നു, അവർ അങ്ങയെ പരിഗണിക്കുന്നില്ല. ദൈവമെന്റെ സഹായകനാകുന്നു, കർത്താവ് എന്റെ ജീവന്റെ സംരക്ഷകനാകുന്നു. കാഴ്ചവസ്തു ഞാൻ അങ്ങേക്ക് ബലിയർപ്പിക്കും. കർത്താവേ, അങ്ങ് നല്ലവനാകയാൽ തിരുനാമം ഞാൻ പുകഴ്ത്തും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിൻ ദാസരണയ്ക്കും പ്രാർത്ഥനയഖിലം കൈക്കൊള്ളണമേ. മാനവ പാപക്കറകളകറ്റി നൈർമല്യം നീ നൽകിയിടണമേ. ആത്മാക്കൾ തൻ മുറിവിൽ പൂശും തൈലം നൽകാൻ കനിവാകണമേ. ഉന്നതനാം നിൻ കൃപയിൽ നിന്നും ആവശ്യകമാം വരമേകണമേ. പൂർണ്ണതയേറും ശുശ്രൂഷയ്ക്കായി നിർമ്മല ഹൃദയം നൽകിയിടണമേ. സ്നേഹത്തികവിൽ തീഷ്ണതയോടെ ശുശ്രൂഷിക്കാൻ യോഗ്യതയേകൂ. ഒരു മനമോടെ ത്രിത്വസ്തുതികൾ നിത്യം പാടാൻ അർഹതയേകൂ. താതനമ
പൗലോസ്ലീഹ കൊരിന്തോസ്ലിയ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നു എന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവേൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമായിരുന്നിട്ട് മനുഷ്യനായ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ വഴി നിത്യപിതാവിൽ നിന്നുള്ള ആധികാരികമായ അംഗീകാരത്തിനും സ്നേഹത്തിനും പരസ്യമായി പാത്രീഭൂതനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യോർദാനിൽ നീ സ്വീകരിച്ച മാമോദീസ വഴി മനുഷ്യവംശത്തിന് ത്രിത്വരഹസ്യം വെളിപ്പെടുത്തിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിനാലുള്ള മാമോദീസായുടെ ബാഹ്യപ്രകാശനമായി ദൈവാത്മാവിൻ്റെ ആവാസം പരസ്യമായി സ്വീകരിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരസ്യ ജീവിതത്തിന് ഒരുക്കമായി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും മാതൃക ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ.